അവര് പല ഒഴിവുകളും പറയും. ഇനിയിപ്പോ സത്യമായിരിക്കും ചിലപ്പം. അങ്ങനെയാ, അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ കാര്യങ്ങളാണ്. പക്ഷെ വൈറലാകാൻ എന്തായാലും രേണുസുതി വേണമല്ലോ. അപ്പൊ രേണുസുതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് എന്ത് പറ്റി? ഹാക്ക് ചെയ്തോ, അതോ ഡീആക്ടിവേറ്റ് ചെയ്തോ, അതോ ഫേസ്ബുക്ക് മെറ്റ നേരിട്ട് അക്കൗണ്ട് പൂട്ടിച്ചോ? എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ട്, എല്ലാത്തിനും തെളിവ് സഹിതം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം രേണുസുതിയുടെ അക്കൗണ്ടിന് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രേണുസുതി കോണ്ടന്റ് ഇഷ്ടമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രേണുസുതിയുടെ അക്കൗണ്ട് പെട്ടെന്ന് ഇന്നലെയാണ് മൺമറഞ്ഞു പോയത്. രേണുസുതിയുടെ അക്കൗണ്ട് രാവിലെ തന്നെ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, രേണുസുതിയുടെ സ്ക്രീൻഷോട്ട് സഹിതം. രേണുസുതിയുടെ അക്കൗണ്ട് പൂട്ടിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാനത് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കണ്ട അക്കൗണ്ട് രേണുസുതിയുടെ ഈ ഒരു അക്കൗണ്ടാണ്. പിന്നെ സുധിയുടെ പ്രൊഫൈൽ പിക്ചർ, നീല ഷർട്ടൊക്കെ ഇട്ട് ആ പ്രൊഫൈൽ പിക്ചറും കവർ ഫോട്ടോ കിച്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും അത് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതും ഒക്കെ. സെയിം പ്രൊഫൈല്, പക്ഷേ എല്ലാം സീറോയാണ്. ഫോളോവേഴ്സ് സീറോ, ഫോളോവിങ് സീറോ, പോസ്റ്റ് സീറോ, എല്ലാം സീറോ. അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് അടിച്ച് പോയി കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എല്ലാം സീറോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ട് പോയോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഞാൻ ഒന്നും കൂടി സെർച്ച് ചെയ്തു. രേണുസുതിന്ന് വീണ്ടും ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടു. അതായത് അനുശ്രീ പി. അപ്പോൾ അനുശ്രീ പി എന്നുള്ളൊരു അക്കൗണ്ടും 31K ഫോളോവേഴ്സ്, 0 ഫോളോവിങ്, 249 പോസ്റ്റ്. അപ്പോൾ തലേ ദിവസം, അതായത് നമ്മളിത് അറിയുന്നതിൻ്റെ തലേ ദിവസം വരെയും ഇത്രയുമായിരുന്നു രേണുസുതിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഈ 31K ഫോളോവേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കൊണ്ട് നമുക്കറിയാം. 31K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 0 ഫോളോവിങ് ആയിരുന്നു, 249 പോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോളോവേഴ്സിനെ എടുത്ത് നോക്കി. അപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർ കുറച്ച് പേര് ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ നമുക്കറിയാം. അപ്പോൾ അതേ ഫോളോവേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ ഒരു ഐഡി നോക്കിക്കേ, ഇതിനകത്ത് കാണുന്ന ഈ ഫോളോവറൊക്കെ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം നോക്കുമ്പോൾ ഇതിനകത്ത് പ്രൊഫൈൽ പിക്ചർ ഇല്ല, കവർ ഫോട്ടോ ഇല്ല. അപ്പോൾ താഴെ രേണുസുതി ഒഫീഷ്യൽ എന്നും കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സെയിം അക്കൗണ്ടാണ്, പഴയ അക്കൗണ്ടാണെന്ന്. ഞാൻ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കയറി സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വീണ്ടും രേണുസുതി ഒഫീഷ്യൽ എന്നുള്ള ചാനൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് അനുശ്രീ പി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം അനുശ്രീ പി എന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് അവിടെ ബ്ലൂ ടിക്ക് ഇല്ലായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ബ്ലൂ ടിക്ക് ഉണ്ട്. അനുശ്രീ പി, 31K ഫോളോവേഴ്സ്, 0 ഫോളോവിങ്, 251 പോസ്റ്റ്. 249 എന്നുള്ളത് 251, 2 പോസ്റ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 പോസ്റ്റ് പ്രൊഫൈൽ പിക്ചർ ഒരു പെണ്ണിൻ്റെതും കവർ ഫോട്ടോ 2 പെണ്ണുങ്ങൾ നിൽക്കുന്നതുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 പോസ്റ്റും കൂടെ വന്നപ്പോഴത്തേക്ക് 249 എന്നുള്ളത് 251 ആയി. പിന്നെ ബാക്കി ഞാൻ നോക്കി, ഫോളോവേഴ്സ് നോക്കി. നമ്മുടെ ഫോളോവേഴ്സ് തന്നെ, പഴയ ഫോളോവേഴ്സ് തന്നെ. ഇതിനകത്ത് ഈ ശ്രീജിത കൃഷ്ണ എന്ന് കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാണ്, കുറേ നാളായിട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ ആ ശ്രീജിത കൃഷ്ണൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്ത ആൾക്കാർ തന്നെ ഇതിലുണ്ട്. പഴയ സെയിം തന്നെ, എല്ലാം സെയിം തന്നെ. ഇതിനകത്ത് മാറ്റം വന്നിട്ടുള്ളത് പ്രൊഫൈൽ പിക്ചറും കവർ ഫോട്ടോയുമാണ്, പിന്നെ ബ്ലൂ ടിക്കും. പിന്നെ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്, ആദ്യം താഴെ കിടന്നത് ഫോളോയും മെസ്സേജും എന്നുള്ളതായിരുന്നു. ആ മെസ്സേജ് എന്നുള്ളത് മാറി സബ്സ്ക്രൈബ് എന്നാക്കി. അതായത് പെയ്ഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാമെന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെനിഞ്ഞാന്ന് വരെയും ആ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ലായിരുന്നു. രേണുസുതിയുടെ ഇതിനകത്ത് ഫോളോയും ഇതുവരെ ഉള്ളായിരുന്നു, ഫോളോയും മെസ്സേജും എന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ പ്രധാനമായിട്ടും എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് എന്താണെന്നറിയാമോ? ഈ ബ്ലൂ ടിക്ക് വന്നതുകൊണ്ടാണ്. ഒരാളൊരു ഹാക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഐഡിക്ക് ബ്ലൂ ടിക്ക് വരത്തില്ല. കാരണം ഇതിനകത്ത് എല്ലാം ചേഞ്ച് ചെയ്തിട്ടില്ല. രേണുസുതി ഒഫീഷ്യൽ നിന്ന് കിടപ്പുണ്ട്, പിന്നെ എല്ലാം കിടപ്പുണ്ട്, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാം കിടപ്പുണ്ട്, പോസ്റ്റ് വരെ കിടപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലതേ ഉള്ളൂ, ഒന്നുകിൽ പോസ്റ്റ് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ബ്ലൂ ടിക്ക് വെറുതെ ഒന്നും മെറ്റ കൊടുക്കത്തില്ല.
ഒറിജിനൽ പ്രൊഫൈൽ ആണെന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ ആൾ ഒറിജിനൽ ആണെന്ന് ID ചെക്ക് ചെയ്തതിന് ശേഷമേ ഈ ബ്ലൂ ടിക്ക് തരത്തുള്ളൂ. പിന്നുള്ള സംശയം, നമ്മുടെ രേണു സുധി എന്നുള്ള സുധിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ സെയിം പ്രൊഫൈൽ പോലെ കിടക്കുന്ന 000 എന്ന് കിടക്കുന്ന ആ ID ആണ് പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നത്. ഞാൻ ആ ID വീണ്ടും കയറി ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അതിനകത്തെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഫോട്ടോ അപ്ലോഡ് ചെയ്തത് എന്നാണെന്ന്. അപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ്, അതായത് മെനിഞ്ഞാന്ന് 9:57 PM രാത്രി. അപ്പോൾ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ തിരിമറികളെല്ലാം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കവർ ഫോട്ടോ ചെക്ക് ചെയ്തു. അപ്പോൾ കവർ ഫോട്ടോ ചെക്ക് ചെയ്തപ്പോൾ അതും സെയിം ഡേ സെയിം ടൈം, ചൊവ്വാഴ്ച രാത്രി 9:57 ഈ ഒരു കവർ ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചൊവ്വാഴ്ച രാത്രി നടന്ന സംഭവമാണ്. നമ്മൾ ഇന്നലെ രാവിലെയാണ് ചെക്ക് ചെയ്തത്, നമ്മൾ ഇന്നലെ രാവിലെയാണ് കണ്ടതും. അപ്പോൾ ചൊവ്വാഴ്ച രാത്രിയിലെ ഈ ചേഞ്ചിങ് വരുത്തിയിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി തന്നെ പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയും അതിനകത്ത് പഴയ സുധിയുടെ ഫോട്ടോയും പഴയ പ്രൊഫൈലിൽ കിടന്ന സുധിയുടെ ഫോട്ടോയും പ്രൊഫൈൽ പിക്ചറാക്കി പഴയ ID കവർ ഫോട്ടോ കിടന്ന കിച്ചുവും സുധിയും ഈ രേണുവും തമ്മിലുള്ള ആ ഒരു കവർ ഫോട്ടോ ആയിരുന്നു കിടന്നത്. അത് തന്നെ ഈ പുതിയ ID കവർ ഫോട്ടോ ആക്കി. ഇത് രണ്ടും ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ച രാത്രി 9:57 ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ പ്രൊഫൈൽ തന്നെയാണ്, ഒരിക്കലും ഇത് പഴയ പ്രൊഫൈലല്ല, പുതിയ പ്രൊഫൈലാണ്. അപ്പോൾ അക്കൗണ്ട് പൂട്ടിയിട്ടില്ല. പിന്നെ മറ്റേ ID, പഴയ ID അതേപോലെ ഉണ്ട്. പേരിൽ മാറ്റം, ബാക്കി എല്ലാത്തിനും മാറ്റം, കവർ ഫോട്ടോ മാറ്റം, പ്രൊഫൈൽ ഫോട്ടോ മാറ്റം, പേര് മാറ്റം, ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഴയതിനകത്തും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത്, അപ്പോൾ ഇതിനകത്ത് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, അക്കൗണ്ട് ഹാക്ക് ചെയ്യാം, അതല്ലെങ്കിൽ 2, നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ ഫോട്ടോയും പിന്നെ കവർ ഫോട്ടോയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം. പിന്നെ ആദ്യം പറഞ്ഞ ഹാക്കിംഗ്, അതിനോട് എനിക്കത്ര ഇതില്ല. കാരണം ഒരാൾ ID ഹാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെളിപ്പെടുത്തും നമ്മുടെ അക്കൗണ്ട് ഹാക്ക്ഡ് ആയിട്ടുണ്ട്, അതിൽ നിന്നും മെസ്സേജോ കോൾസോ വന്നാൽ ഞാൻ ഉത്തരവാദികളല്ല എന്നും പറഞ്ഞിട്ട് നമ്മളൊരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ID ഇതുപോലെ ഹാക്ക് ചെയ്തപ്പോഴത്തേക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മറ്റൊരു IDയിൽ നിന്നും ഇതുപോലെ ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ID ഹാക്ക് ചെയ്തിരിക്കുകയാണ്, എൻ്റെ IDയിൽ നിന്നും വരുന്ന മെസ്സേജുകളോ ഇതൊന്നും ഞാൻ ഉത്തരവാദികളല്ല. ഇപ്പോൾ ഒരാൾക്ക് 2-3 ID ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മറ്റൊരു പ്രൊഫൈലിലേക്ക് മറ്റൊരു പേരിലേക്ക് ഒക്കെ മാറ്റുന്നത് എന്തിനാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്, ഒരു സംശയമാണ്. ഇപ്പോൾ ഹാക്ക് ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ മെറ്റയ്ക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് ആ ഒരു ID തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആ ID മറ്റൊരാൾ ഉപയോഗിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല, മെറ്റയും സമ്മതിക്കത്തില്ല. അത് നമ്മൾ ഹാക്ക് ചെയ്തെന്ന് ഫേസ്ബുക്കിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ID അവർ തന്നെ അത് ചെക്ക് ചെയ്ത് ഒന്നുകിൽ വീണ്ടെടുത്ത് കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ID പോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇതവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. പഴയ ID സേഫായിട്ട് മറ്റൊരു പേരിൽ മറ്റൊരു പ്രൊഫൈൽ പിക്ചറിൽ മറ്റൊരു കവർ ഫോട്ടോയിൽ സേഫായിട്ട് അതേ ഫോളോവേഴ്സിനെ വെച്ച് അതേ പോസ്റ്റുകൾ നിലനിർത്തി അവിടെ സേഫായിട്ടുണ്ട്. ഇവിടെ സുധിയുടെ പേരിലും കിച്ചുവിൻ്റെ കവർ ഫോട്ടോയും വെച്ച് പുതിയൊരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിന് എന്ത് പറ്റി, ഫേസ്ബുക്ക് അക്കൗണ്ടിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇവർ താഴെ കൊടുത്തിരിക്കുന്ന മറുപടി കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിപ്പുണ്ട് എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്ന മറുപടി. പലതിൽ നിന്നും പല ആരോപണങ്ങളും വന്നു, ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരു മറയാക്കിയതാണോ, ഇനി അത് മറച്ചു പിടിച്ചിരിക്കുകയാണോ, ID പോയി എന്നുള്ള രീതിയിൽ അല്ലെ ഹാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ പലരെയും അറിയത്തില്ല. എന്താണ് ഈ കുടില ബുദ്ധി, ഈ വക്ര ബുദ്ധി അത്രയധികം ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഇനിയും എവിടം വരെ ഓടും എന്ന് നമുക്ക് നോക്കാമല്ലോ. ഈ ദുബായ് കേസും പെൺവാണിഫവും ഡ്രഗ്സ് മാഫിയയും അങ്ങനെയെല്ലാം കൂട്ടിക്കുഴഞ്ഞ് കിടക്കുകയല്ലേ, എവിടം വരെ പോകും, എങ്ങനെ പോകും, എന്താവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ കാര്യം ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരും ഈ ID പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഇവരുടെ ഒരു കളി, ഒരു കുടില തന്ത്രം തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.